ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. 2 ചോദ്യങ്ങളാണ് ക്രിസ്തു ഈ ഭാഗത്ത് തൻ്റെ ശിഷ്യന്മാരോട് ഉന്നയിക്കുന്നത്. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്നതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്നത് രണ്ടാമത്തേതും. കൈസരിയ ഫിലിപ്പിയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ധാരാളം അന്യദേവന്മാരെ ആരാധിച്ചിരുന്ന വിജാതീയർ വസിച്ചിരുന്ന കൈസരിയ എന്ന സ്ഥലം ഗലീലയുടെ വടക്കായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. യേശുവും ശിഷ്യന്മാരും തനിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന ചോദ്യത്തിന് ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. ശിഷ്യന്മാരിൽ മിക്കവർക്കും ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിൽ അതിപ്രധാനമായ രണ്ടാമത്തെ ചോദ്യത്തിന് ശിമോൻ പത്രോസ് മാത്രമാണ് ഉത്തരം പറയുന്നത്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. യേശു ദൈവപുത്രനും മിശിഹായും ആണെന്ന് പത്രോസിനുണ്ടായ ബോധ്യം സ്വർഗീയ വെളിപാടിനാൽ ലഭിച്ചതായിരുന്നു. ബർയോന ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ പത്രോസിന് മാത്രമാണ് യേശുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ സങ്കടങ്ങളിൽ അവരെ സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനും നമുക്ക് കഴിയണം. ചിലരുടെ ജീവിതത്തിലെങ്കിലും നമ്മുടെ ഏറ്റവും ചെറിയ പ്രവൃത്തികൾ കൊണ്ട് വലിയ മാറ്റങ്ങളും ആശ്വാസങ്ങളും കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. കൈസരിയ ഫിലിപ്പിയ അനേക ദൈവിക ബോധ്യങ്ങൾ വെച്ചു പുലർത്തിയ ഇടമായിരുന്നു. അനേക ദൈവിക ബോധ്യങ്ങൾ നിലനിൽക്കുന്ന ഇന്നത്തെ കാലത്ത് യേശു എനിക്കാരാണെന്ന ചോദ്യത്തിന് നമ്മുടെ മറുപടി എന്തായിരിക്കും? ദൈവം എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി സാധിക്കണം. ദൈവമേ, നിന്നെ യഥാർത്ഥമായി മനസ്സിലാക്കുവാനും നീ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന വിധങ്ങൾ മനസ്സിലാക്കുവാനും ഈ നോമ്പ് നാളുകളിൽ ഞങ്ങളെ ഇടയാക്കണമേ. അതാവട്ടെ നമ്മുടെ പ്രാർത്ഥന.